ാണെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ഇൻഷാ അല്ലാഹ് അത്തരത്തിലൊരു സംവാദത്തിന് കത്തുമായിട്ട് വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? എന്നാൽ ഇൻഷാ അല്ലാഹ് അത്തരത്തിലൊരു സംവാദത്തിന് കത്തുമായിട്ട് വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? എന്നാൽ ഇൻഷാ അല്ലാഹ് അത്തരത്തിലൊരു സംവാദത്തിന് കത്തുമായിട്ട് വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? വ്യക്തിപരമായ സംവാദത്തിന് തയ്യാറെന്ന് ആര് വ്യക്തി? ഞങ്ങൾ വ്യക്തികളാണ്. നിങ്ങൾ പക്ഷെ സംഘടനയല്ല. നിങ്ങൾ എന്ന് പറഞ്ഞ നിങ്ങളുടെ അഡ്രസ് ഒന്നാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറയുന്നത് തീരെ അഡ്രസ് ഇല്ലാത്തവരുടെ സമയത്ത് നിങ്ങൾ പറഞ്ഞത് എന്താ? ഞങ്ങൾക്ക് അഡ്രസ് ഉണ്ട്, ഞങ്ങൾക്ക് അഡ്രസ് ഇല്ല. ഞങ്ങൾ അഡ്രസ് ഉള്ളവരെ പക്ഷെ ഞങ്ങൾ അംഗീകരിക്കും. നിങ്ങൾ അഡ്രസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, മാന്യമായിട്ട് അഡ്രസ് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കത്തിൽ മറുപടി എന്ന് പറയണമായിരുന്നു. എന്ത് പറയണമായിരുന്നു? ഞങ്ങൾ അഡ്രസ്സിൽ വെച്ച് ഞങ്ങൾ വരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. വീണ്ടും താങ്കൾക്ക് എന്നെ ജില്ലാ സെക്രട്ടറിക്ക് അയച്ച മറുപടി കത്ത് കിട്ടി. ഞങ്ങളുടെ ആദർശ സമ്മേളനം നസീറിന്റെയാ, താങ്കളുടെയോ? അല്ലല്ലോ. ഒരു വ്യക്തിയുടെ ആദർശമല്ലല്ലോ നടക്കുന്നത്. സംഘടനയല്ലേ തിരുവനന്തപുരം നടക്കുന്നതിനാൽ അതൊരു സംഘടന ഏതാ? ആ സംഘടനയുമായിട്ട് വെറുതെ ചിരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വളരെ വ്യക്തമായ കാര്യങ്ങൾ ചിരിച്ച് രക്ഷപ്പെടണം. മറിച്ച് വ്യക്തിയുടെ ആവശ്യങ്ങൾ ആരുടെ? ഒരു വ്യക്തിയുടെ ആവശ്യങ്ങളല്ലോ. ശംഖുമുഖം കടപ്പെടുത്താമെന്ന് എല്ലാവർക്കും അറിയാം. എ പി അബ്ദുൽ കലാം നേരത്തെ കൊടുക്കുന്ന സംഘടനയാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒന്നുകിൽ നമുക്ക് രണ്ടുപേരുടെ അഡ്രസ് ഇല്ലാത്തവരുടെ സമ്മതം നടക്കണമെന്നാണോ? നിങ്ങൾ അഡ്രസ് ഞങ്ങളുടെ അഡ്രസ് എങ്ങനെയാണ് തീരുമാനം പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ഇപ്പം അദ്ദേഹം യാസ്മിനെ സമ്മതിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു വാക്ക് പിടിച്ച് അദ്ദേഹം കളിക്കണ്ടെന്നാണ് എന്നോട് പറയുന്നത്. അപ്പൊ എനിക്ക് പിടിക്കാൻ ഒരു വാക്കുണ്ട് എന്ന് മൂപ്പര് സമ്മതിച്ചിട്ടുണ്ട്. അലിമദിന് നേരത്തെ പറഞ്ഞതിൽ എനിക്ക് പിടിക്കാൻ പറ്റിയൊരു വാക്കുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഓക്കെ, അതില്ല, ഞാനത് വാക്ക് പിടിച്ച് കളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് പിടിക്കാൻ വാക്ക് അവിടെ ഇട്ട് തന്നിട്ടല്ലേ ഞാൻ പിടിച്ചത്, അല്ലാതെ പിടിക്കൂലല്ലോ. അപ്പൊ ഏതായിരുന്നാലും പിന്നെ കൃത്യമാണ്. ഞാൻ സംഗതി നേരത്തെ പറഞ്ഞ് വ്യക്തം, അതുകൊണ്ടാണ് ഇപ്പോ ചുരുങ്ങിപ്പോയത് നിങ്ങൾ പറഞ്ഞപ്പോ. ഇനി അദ്ദേഹത്തിന് സംശയം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആദർശ സമ്മേളനം ഇവിടെ നടക്കുന്നുണ്ടെന്നാ. ഇന്ന് ഞങ്ങളുടെ ഒരു സമ്മേളനം ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ നടക്കാനുണ്ട്. അവരിന്ന് വൈകിട്ട് ഞങ്ങളൊരു പരിപാടി നടക്കാനുണ്ട്. നാളെ ഞങ്ങൾക്കൊരു പരിപാടി നടത്താനുണ്ട്. അങ്ങനെ ഇന്നലെ ഞങ്ങൾക്ക് ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ KNM ഇപ്പോ ഞങ്ങൾ KNMമാരില്ലാതാണ്. ഞങ്ങൾ KNM പുറത്തു പോയിട്ട് മാർക്കറ്റിൽ പോകുമ്പോൾ ഞങ്ങൾ KNM പുറത്ത്, അല്ലാതെ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞങ്ങൾ KNM അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആദർശ സമ്മേളനം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആദർശ സമ്മേളനമാണ്. അത് നസീർ സാഹിബിന് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ ആദർശ സമ്മേളനം, മുജാഹിദുകളുടെ ആദർശ സമ്മേളനം എന്നാണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ പിന്നെ കമ്മിറ്റിക്കാരുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പിന്നെ ആദർശ സമ്മേളനം എന്നല്ല എന്റെ അർത്ഥം. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഒരു ആദർശ സമ്മേളനം അവിടെ നടക്കുന്നത് അല്ല എന്റെ അർത്ഥം. നേരെ മറിച്ച് കേരളത്തിലെ മുജാഹിദിന്റെ ആദർശ സമ്മേളനം, ഞങ്ങളുടെ ആദർശ സമ്മേളനം അവിടെ നടക്കേണ്ടതാണ്. ഇനി അത് ഒന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാൻ നിങ്ങൾ അർഹരല്ല. നിങ്ങളോട് ഞങ്ങൾ കാണിച്ച മാന്യതയാണെന്ന് വിചാരിച്ചാൽ മതി. ഞങ്ങൾക്ക് അഡ്രസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ അഡ്രസ്സിൽ കത്ത് തന്നു. അതുകൊണ്ട് തന്നെ അവിടെ മര്യാദപൂർവ്വം ഞങ്ങൾ നിങ്ങളോട് പെരുമാറി. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അഡ്രസ് ഉള്ളവർക്ക് ഒരു കത്ത് തന്നാൽ അത് അതിന്റേതായ നിലക്ക് നീക്കി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അത് നീക്കി. അതെങ്ങനെ നീക്കിയെന്ന് ചോദിച്ചാൽ, കത്ത് തന്നപ്പോൾ അത് സ്വീകരിച്ചു. നിങ്ങൾ വെല്ലുവിളിച്ച പണ്ഡിതന്മാരാണ് ഞങ്ങൾ. അങ്ങനെ വെല്ലുവിളിച്ച് വാദപ്രവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ അഡ്വാൻസായി ഞങ്ങൾ വാദപ്രവാദത്തിന് ഞങ്ങൾ ഏറ്റെടുക്കൂല എന്ന് പറഞ്ഞ് ചില കുട്ടികൾ അവിടെ കൊണ്ടുവന്ന വിവരം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രയാസമായി. ഞങ്ങളത് ഏറ്റെടുത്തു. അത് ഏറ്റെടുത്തതിന് ശേഷമാണ് ഇവിടെ എന്തെടുത്തത്, ഈ കരാറിന് വഴിയൊരുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കേരളം ജില്ലാ സെക്രട്ടറിക്ക് എന്ന് പറഞ്ഞ് നാസർ സലഫി കൊടുത്തിട്ടുള്ള മുഴുവൻ കത്തുകളും ഞങ്ങൾക്ക് കൈമാറുകയും ഞങ്ങൾ പ്രതിനിധി നിശ്ചയിച്ച നസീർ സാഹിബ് നിങ്ങൾക്ക് മറുപടി തരികയും നസീർ സാഹിബിന്റെ മറുപടി നിങ്ങൾ ഇതുവരെയും സ്വീകരിക്കുകയും ആ നസീർ സാഹിബിന്റെ മറുപടിക്ക് നിങ്ങൾ ഇതുവരെയും ഞങ്ങൾക്ക് മറുപടി തരികയും ചെയ്തിട്ട് കരാറ് അതിനോടടുക്കുമ്പോ അണ്ടിയോടടുക്കുമ്പോ പുളി അറിയും എന്ന് പറയുന്നത് പോലെ ഇപ്പൊ പുളി അറിയുന്നു ഞങ്ങൾ നന്നായി. ബാക്കി പറയാം. വാക്ക് പിടിച്ച് മാത്രം ജീവിക്കുന്ന ചില ആളുകളുണ്ട്. അതല്ല ഇവിടെ ആവശ്യം. അഡ്രസ് അംഗീകരിക്കലാണ് ആവശ്യം. സ്വന്തം അഡ്രസ് ഉണ്ട് എന്ന് പറയാം. അഡ്രസ് അംഗീകരിക്കുക. നിങ്ങളെ ഈ കത്ത് ഏൽപ്പിച്ച നസീറിനെ ഒരു സെക്രട്ടറി ആണല്ലോ ഇത് ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ കത്തിൽ വളരെ വ്യക്തമാണ്. ആ കത്തിൽ വ്യക്തമാക്കിയതുപോലെ നിങ്ങൾ പണ്ഡിതന്മാർ എന്ന് പറയുന്നവരുടെ ആദർശത്തോട് കത്ത് ഏൽപ്പിച്ച സെക്രട്ടറിക്ക് യോജിപ്പുണ്ടോ എങ്കിൽ ആ കത്ത് ഏൽപ്പിച്ച സെക്രട്ടറിയുടെ സംഘടനയുമായിട്ടാണ് ഞങ്ങൾക്ക് വാദപ്രതിവാദം നടത്താനുള്ളത്. ആ സെക്രട്ടറിയുടെ അഥവാ KNMുമായിട്ടാണ് ഞങ്ങൾക്ക് വാദപ്രതിവാദം നടത്താനുള്ളത്. പോലെ നേതൃത്വം നൽകുന്ന KNMുമായിട്ട്. നേരത്തെ സൂചിപ്പിച്ചത് വ്യക്തികൾ എന്ന നിലയിൽ ഇവിടെ യാസ്മിനും നസീറും സമ്മതിച്ചത് നിങ്ങളെ ഒളിച്ചോടാൻ സമ്മതിക്കരുത് എന്നതുകൊണ്ടാണ്. നിങ്ങൾ അഡ്രസ് ഉള്ളവരാണ് എന്ന് അഹങ്കരിക്കുന്നു, പക്ഷെ അഡ്രസ് അംഗീകരിക്കുന്നില്ല. ഇനിയും ഒളിച്ചോടാനാണ് നിങ്ങളുടെ ശ്രമം. അപ്പോ നിങ്ങൾ ആ അഡ്രസ് അംഗീകരിച്ചുകൊണ്ട് ആ അഡ്രസ്സിൽ ഞങ്ങളോട് സംവദിക്കാൻ തയ്യാറാവാണ് വേണ്ടത്. അതിനുള്ള വ്യവസ്ഥകൾ എഴുതണം. നിങ്ങളെ ഈ ഏൽപ്പിച്ച താങ്കൾ KNM ജില്ലാ സെക്രട്ടറിക്ക് അയച്ച മറുപടി കത്ത് കിട്ടി എന്നാണ് നസീർ നൽകിയിട്ടുള്ള മറുപടിയിൽ എഴുതിയിട്ടുള്ളത്. ശരി, ഈ KNM ജില്ലാ സെക്രട്ടറി നിങ്ങൾ ഈ പണ്ഡിതന്മാരെന്ന് പറയുന്നവരുടെ ആദർശം അംഗീകരിക്കുന്നുണ്ടോ എങ്കിൽ ആ KNMുമായിട്ടാണ് ഞങ്ങൾ സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള വ്യവസ്ഥകൾ നമുക്ക് എഴുതാം.
ഇതിപ്പോ കരാർ എഴുതാൻ ഇവിടെ കൂടിയത്. ഇപ്പൊ ചർച്ച കൂടെ വേറെ വഴിക്കാണ്. അതാ പറഞ്ഞത്, കരാർ എഴുതാൻ അവിടെ കൂടിയത്. പക്ഷെ ഇപ്പൊ നിങ്ങളിപ്പോ കരാർ എഴുതാൻ ആരുമായിട്ട് കരാർ എഴുതാനാ വന്നത്? വളരെ കൃത്യമായിട്ട് താങ്കൾ KNM ജില്ലാ സെക്രട്ടറിക്ക് അയച്ച മറുപടി കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഡേറ്റ് പോലും ഫിക്സ് ചെയ്തിട്ട് നസീർ എന്ത് ചെയ്തിട്ടുള്ളത്, മറുപടി തന്നിട്ടുള്ളത്. ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഈ രേഖയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് നിങ്ങൾ KNM-നെ പ്രതിനിധീകരിച്ചു വന്നവരാണ് എന്ന ആ രീതിയിൽ KNM-ഉമായിട്ട് അഥവാ AP അബ്ദുൽ ഖാദർ പോലെ നേതൃത്വം നൽകുന്ന KNM-ഉമായിട്ട് സംവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന്റെ വ്യവസ്ഥ നമുക്ക് റെഡിയാക്കാം. അപ്പോ ഒരു കാര്യം നിങ്ങളിപ്പോ സമ്മതിച്ചേ പറ്റുള്ളൂ. അതെന്താന്ന് വെച്ചാല് നമുക്കന്നെങ്കിൽ ഒന്നിച്ചിരിക്കാം. നമുക്ക് ചിരിച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. ആയിക്കോട്ടെ അപ്പൊ പറയാം. അപ്പൊ ഏതായിരുന്നാലും നമ്മള് ഇവിടെ കരാറ് അല്ലെങ്കിൽ ഈ സംവാദത്തിലേക്ക് വഴിവെച്ചിട്ടുള്ളത് ഈ നാട്ടുകാർക്കറിയാം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വിളിച്ചോടിയിട്ടൊരു കാര്യമില്ല. ഈ നാട്ടിലുള്ളവർക്ക് കാര്യം വ്യക്തമാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംവാദത്തിന് വഴിതെളിഞ്ഞു എന്നത്. അത് നിങ്ങൾ നോട്ടീസിലൂടെ നാട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് കഴിഞ്ഞാൽ നാളെ നോട്ടീസ് ബിരുദന്മാരെ നോട്ടീസ് ഇങ്ങനെ കുറെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അത് വലിയ ചെലവൊന്നുമില്ലല്ലോ. അപ്പൊ ഏതായിരുന്നാലും നിങ്ങൾ ഈ നാട്ടിലുള്ളവരെ കബളിപ്പിക്കുന്നു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഞങ്ങളുമായി സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെല്ലുവിളിച്ചു. ഞങ്ങളത് സ്വീകരിച്ച് ഇവിടം വരെ എത്തിയപ്പോൾ ഇനി നിങ്ങൾക്ക് KNM ആ KNM-ഉമായിട്ടാണ് വാദപ്രതിവാദത്തിന് ഞങ്ങൾ ഒരുക്കമുള്ളത് എന്നാണ് പറയുന്നത്. എങ്കിൽ ഒരു പണി ചെയ്യണം. ഇത്രയും നേരം ഞങ്ങൾ ഈ രൂപത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനു വേണ്ടി മെനക്കെട്ട വ്യക്തി എന്ന നിലക്ക് യാസ്മിൻ നിർവഹിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. യാസ്മിൻ ആ സദസ്സിനെ നോക്കി, മുഖാമുഖം സദസ്സിനെ നോക്കി വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചു. അല്ലെന്ന് യാസ്മിൻ പറഞ്ഞാൽ യാസ്മിനെ ഞാൻ കരാറിന് വിളിക്കേണ്ട കാര്യമില്ല. ഇനി അതല്ല അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ബോധമുള്ളവനത് മനസ്സിലാകും എന്ന ഉറപ്പ് ഞങ്ങളുടെ മേലുണ്ട്. നിങ്ങൾ ആ സദസ്സിന്റെ മുന്നിൽ നിന്ന് ആ മുഖാമുഖത്തിന് പങ്കെടുത്തവരെ നോക്കി വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചു. ഞങ്ങളത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പരസ്യമായി പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നാസർ സലഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കത്തുകൾ കൈമാറി. അത് ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്തു. ജില്ലാ സെക്രട്ടറി മുഖാമുഖത്തിന് പങ്കെടുത്ത പണ്ഡിതന്മാർക്ക് കൈമാറി. പണ്ഡിതന്മാർ നസീർ സാഹിബിനെ ഏൽപ്പിച്ചു. നസീർ സാഹിബുമായി ഇതുവരെ എഴുത്തുകുത്തുകൾ നടന്നു. ഈ രൂപത്തിൽ ഇത്രയും ദിവസം നടന്ന ആ രൂപത്തിലുള്ള നീക്കങ്ങൾ വഴി രൂപപ്പെട്ടു വന്ന ഈ കരാർ ഞങ്ങൾ അംഗീകരിക്കുകയില്ലെന്നും ഈ നിലക്കുള്ളൊരു സംവാദം നടത്താൻ ഞങ്ങൾ ഒരുക്കമല്ലെന്നും, ഈ രൂപത്തിൽ ഇത്രയും ദിവസം എഴുതിക്കുത്തി കൈമാറി വന്ന രൂപത്തിലുള്ള ഈ സംവാദം നടത്താൻ ഞങ്ങൾ ഒരുക്കമല്ലെന്നും നിങ്ങൾ എഴുതി ഒപ്പിട്ടെന്നാ മതി, പ്രശ്നം പരിഹരിക്കാം. ബാക്കി നമുക്ക് ആലോചിക്കാം. അതായത് ഇതേ രൂപത്തിൽ അഥവാ ഈ രൂപത്തിൽ മുഖാമുഖത്തിൽ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചു. വെല്ലുവിളി സ്വീകരിച്ചിട്ട് അതിന്റെ ഭാഗമായിട്ട് യാസ്മിൻ സാഹിബും നാസർ സലഫിയും ചേർന്നുകൊണ്ട് കേരള ദുത്തുൽ മുജാഹിദിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൈമാറി. ആ കത്ത് ജില്ലാ സെക്രട്ടറി മുജാഹിദ് പണ്ഡിതൻ അന്ന് പങ്കെടുത്ത മുജാഹിദ് പണ്ഡിതന്മാർക്ക് കൈമാറുകയും അങ്ങനെ അവർ ആ വാദപ്രതിവാദത്തിന് ഒരുക്കമാണെന്ന വിവരം നസീർ വഴി നിങ്ങളെ അറിയിക്കുകയും ആ നിലക്കൊരു കരാറിന് വഴി ഒരുങ്ങുകയും അങ്ങനെ വഴിയൊരുങ്ങിയ നിലക്ക് നമ്മൾ തമ്മിൽ നടത്താൻ ഒരു സംവാദം നടത്തുവാൻ തീരുമാനിച്ചു വന്ന ഈ രൂപം ഒരിക്കലും സ്വീകാര്യമല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംവാദം നടത്താൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പിരിയാം. ഞങ്ങൾ ഏതായിരുന്നാലും വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അന്ന് യാസ്മിൻ വെല്ലുവിളിച്ച നിലപാടിൽ നിന്നുകൊണ്ട് നാസർ സാഹിബും യാസ്മിൻ ചേർന്നുകൊണ്ട് എന്ന് ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു പരസ്പരം സഹായിച്ചിട്ടാണ്. അങ്ങനെ കത്തുകൾ കൈമാറി അത് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ അതിന് മറുപടി ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നു. അതിനിടക്ക് ഇവിടെ നാട്ടിലില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുറച്ച് ഡിലേ വന്നു. അതിനുശേഷം തിരിച്ചു വന്ന ഉടനെ അതുമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി ഇന്ന് കരാറിടാൻ നിശ്ചയിച്ച് ഇവിടെ കൂടി. ഈ രൂപത്തിൽ ഇങ്ങനെ ഒരു സംവാദത്തിന് ഞങ്ങൾ അങ്ങനെ സംവാദം നടത്താൻ ഒരുക്കല്ല. പിന്നെ KNM-ന്റെ കത്തുമായി കൈമാറി KNM-ഉമായിട്ട് ഞങ്ങൾ സംവാദം നടത്തിക്കൊള്ളാം എന്നാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ അത് നിങ്ങൾ നമുക്ക് പിരിയാം.